ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിന്നൊരു മിറർ ഡെക്കറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. മിറർ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡ്ബോർഡ് അല്ലെങ്കിൽ MDF വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ MDFിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ MDF എന്ന് പറയുന്നത് ഈ ഒരു കാർഡ്ബോർഡ്, ഈ ഒരു കാർഡ്ബോർഡാണ് MDF. അപ്പോൾ ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്താണ് എടുക്കുന്നത്. ഈ ഒരു MDFിൽ നമ്മൾ ഒരു മിറർ ഡെക്കറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നോർമലി ചുമ്മാ മിറർ പ്ലെയിൻ ആയിട്ട് ഒട്ടിക്കുന്നതിൻ്റെ പകരം അതിൻ്റെ സൈഡിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഡെക്കർ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പ്രേ പെയിൻറ്റ്, ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഗണ്ണ് വേണം. അതായത് ഇത് ആക്ച്വലി വെടിവെക്കുന്ന ഗണ്ണല്ല. ഈ ഗണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗം ഗണ്ണാണ്. അതായത് ഗമ്മാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ ഇത് ഗമ്മാണ്. ഓക്കെ, ഗം ഗണ്ണാണ്. അപ്പോൾ ഈ ഒരു ഗണ്ണ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമുക്ക് ഈ ഒരു മിറർ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മിറർ ഡെക്കർ നമ്മൾ ചെയ്യുന്നത് സ്റ്റോൺസ് വെച്ചിട്ടാണ്. സോ 1 kg സ്റ്റോൺ വൈറ്റ് മാർബിൾസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം വൈറ്റ് മാർബിൾസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് മാർബിൾ സ്റ്റോൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ പെബിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മിറർ. അപ്പോൾ ഈ ഒരു മിറർ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ഡെവലപ്പ് ചെയ്യണേ. ആദ്യമേ തന്നെ നമ്മൾ ഇതിന് വേണ്ടുന്ന ഈ ഒരു മിറർ ഡെക്കറിന് ആവശ്യമായിട്ടുള്ള MDF ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു മിറർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16 സൈസാണ്. 16 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ കൈ കിട്ടിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15.25 ഇഞ്ചാണ് ഇതിൻ്റെ വരുന്നത്. ഓർഡർ ചെയ്ത് മീഷോയിൽ നിന്നായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മിറർ 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മിററും വെച്ചിട്ട് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ സെൻറ്റർ കണ്ടുപിടിച്ചു. ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് വേണ്ട നമ്മുടെ മിററിൻ്റെ ആ ഒരു സംഗതി നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. അതായത് മിറർ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് മിറർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് ഡ്രോ ചെയ്തെടുത്തു. നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിററിൻ്റെ ആ ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ വൈറ്റ് മാർബിൾ സ്റ്റോൺസ് ഉണ്ട്. നമ്മുടെ ഗം ഇവിടെ ഉണ്ട്. ഓൾറെഡി ഇത് ഓൺ ആയതുകൊണ്ട് തന്നെ ഇതാ ഗമ്മ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഗമ്മ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഗമ്മ് താൽക്കാലികമായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് വിടാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗമ്മ് അറ്റാച്ച് ചെയ്ത് വിടുവാണ്. ഹായ് ഗൈസ്, ഞാൻ ആ ഒരു ഗമ്മ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മെറ്റ്ലോക്ക് ഗമ്മാണ് യൂസ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ട്. മെറ്റ്ലോക്ക് ഗമ്മ് നമുക്ക് മെറ്റൽസും അതുപോലത്തെ സ്റ്റോൺസ് ഐറ്റംസൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഒട്ടിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഗമ്മാണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗമ്മാണ്. അത് നമ്മൾ അന്നേരം തന്നെ ഒട്ടിച്ച് വിടുക എന്നുള്ളതാണ്. കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുത്ത് കളയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഗം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫുൾ സ്റ്റോൺസ് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഡ്രോപ്പ് ആയിട്ട് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റോൺസ് വെച്ച് പോകുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഗമ്മ് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു ഗമ്മ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരിപാടികൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് പല സൈസിലുള്ള സ്റ്റോൺസാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ കോർണറിനോട് ചേർത്ത് വളരെ ചെറിയ സ്റ്റോൺസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സൈസ് വലുതായി വരുന്ന സ്റ്റോൺസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എന്നാൽ വലിയ സ്റ്റോൺസ് വരുന്ന രീതിയിലും ഇടയ്ക്ക് ചെറിയ സ്റ്റോൺസ് വന്ന് അത് നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ കയ്യാലയൊക്കെ കെട്ടുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൽ ഈ പറയുന്ന വലിയ സ്റ്റോൺസ് വെക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ താഴെയായിട്ട് ചെറിയ സ്റ്റോൺസ് നമ്മൾ വെച്ച് കൊടുക്കും, ഒരു ബാലൻസിങ്ങിനും അതുപോലെ അത് ആ വെയിറ്റ് കറക്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ, വെയിറ്റ് ബാലൻസ് ആവാനും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ. അപ്പോൾ അതുപോലെ ഉള്ള പരിപാടിയാണ് ഞാനും ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇത് വളരെയധികം ക്ഷമ വേണ്ടുന്നൊരു പരിപാടിയാണ്. അങ്ങനെ വളരെ നേരത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം കറക്റ്റായിട്ട് ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് പറ്റുന്ന രീതിയിൽ സ്റ്റോൺസ് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്.
സ്റ്റോൺ വെച്ചിട്ടുള്ള ഡെക്കർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ എല്ലാം കറക്റ്റായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളത് എടുക്കുമ്പോൾ ഒന്നും പൊഴിഞ്ഞു വീഴാതെ കറക്റ്റായിട്ട് അതിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത് പേസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുകൊണ്ടാണ് നമുക്കിവിടെ മെറ്റ്ലോ ഗം യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത്. കാരണം വേറെ ഏത് ഗം വെച്ച് ഒട്ടിച്ചാലും ഒട്ടിയിരിക്കുമായിരിക്കും, പക്ഷെ നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം മറിഞ്ഞ് താഴെ വീഴാൻ സാധ്യതയുണ്ട്. സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ഗമ്മെല്ലാം ഫുൾ സെറ്റായതിനു ശേഷം നമ്മളിവിടെ സ്പ്രേ പെയിൻറ്റിങ് ചെയ്യുകയാണ്. ഗോൾഡൻ സ്പ്രേ പെയിൻറ്റിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും രാത്രിയായി. അപ്പോൾ രാത്രിയിലാണ് ഞാനിപ്പോൾ ബാക്കി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡൻ പെയിൻറ്റ് എല്ലായിടത്തും പ്രോപ്പറായിട്ട് എത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വളരെയധികം സമയം എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ഡ്രൈ ആവേണ്ട ഒരു ടൈം നമ്മൾ കൊടുക്കണം. നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ അന്നേരം നമ്മളതിൽ കയറി ടച്ച് ചെയ്യരുത്. ഇത് ഉണങ്ങാൻ നല്ല അധികം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പെയിൻ്റ് എല്ലാം ഉണങ്ങി ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മിറർ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിറർ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഇത് അത്ര വർക്കിംഗ് അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര മേൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം മെറ്റ്ലോ ഗം തന്നെയാണ് ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് ഒട്ടിച്ച് വെക്കുന്നത് തന്നെയായിരുന്നു. കാരണം നമ്മളിത് ഓൾറെഡി സ്റ്റോൺസ് എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തു പോയി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മിറർ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺസ് എല്ലാം വെച്ചതുകൊണ്ട് തന്നെ ചില സൈഡുകളിൽ വരുമ്പോഴത്തേക്കും അത് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടിക്കുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വട്ടം കറക്കി തിരിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയതും നമുക്കത് പ്രോപ്പറായിട്ട് ഒട്ടിക്കാൻ പറ്റിയതും. സോ അങ്ങനെ നമ്മൾ ഫൈനലി മെറ്റ്ലോ ഗം കൊണ്ട് നമ്മളിതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഫൈനൽ ടച്ചപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മിറർ പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് ചുറ്റും ഈ ഒരു സ്റ്റോൺസ് വെച്ചാൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല, എന്നാലും അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ ഒരു മിററിൻ്റെ ഫൈനൽ നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കുള്ള ഗ്യാപ്സൊക്കെ ചെറിയ ചെറിയ സ്റ്റോൺസ് വെച്ച് ഫില്ല് ചെയ്തു. അതുപോലെ തന്നെ ആ സ്റ്റോൺസ് എല്ലാം ഒന്ന് ഫൈനലായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയും ചെയ്തു. അതെല്ലാം ഗോൾഡൻ പെയിൻറ്റിലാണ് ചെയ്തത്. അങ്ങനെ വളരെ നേരത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം നമ്മുടെ മിറർ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള മിറർ ഡെക്കർ വേണം എന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ ചെറുതാണെങ്കിലും വർക്ക് തീരെ ചെറുതല്ല. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.